മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിൻറ്റു ഫ്രം അപ്രൈറ്റ് മൈഗ്രേഷൻ കൺസൾട്ടൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിസ്റ്റിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ സോഷ്യൽ വർക്കറിൻ്റെ വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് എല്ലാവരും ചോദിച്ചായിരുന്നു സൈക്കോളജിസ്റ്റിൻ്റെ പാത്വേസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചുകൊണ്ട് കുറേ കമൻറ്റ് വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൈക്കോളജിസ്റ്റിനെ പറ്റി, ഓസ്ട്രേലിയയിലോട്ടുള്ള മൈഗ്രേഷനെ പറ്റി ഇടാനുള്ള കാരണം. ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന കോഴ്സ് ഒരു ഒക്കുപ്പേഷൻ ഇവിടെ ഓസ്ട്രേലിയയിൽ ഒരു ഡോക്ടേഴ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഒക്കുപ്പേഷനാണ്. അതുകൊണ്ട് നല്ല സാലറിയും ഭയങ്കര നല്ലൊരു ലൈഫ് സ്റ്റൈലും നല്ലൊരു ഹൈ പ്രൊഫൈൽ ജോലിയാണ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റിക്വയർമെൻറ്റും അതിൻ്റെ സ്കിൽ അസസ്മെൻറ്റും അതിൻ്റെ പ്രോസസ്സും ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ബേസിക്കലി ഈ സൈക്കോളജിസ്റ്റായിട്ട് നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇവിടുത്തെ മെയിൻ MLT SSL എന്ന് പറയുന്ന മെയിൻ ലിസ്റ്റിനകത്തുള്ള ഒക്കുപ്പേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് വിസ വേണേലും, എംപ്ലോയർ സ്പോൺസേർഡ് വിസാസോ അല്ലെങ്കിൽ ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻ വിസാസിൽ വരുന്ന ഏത് വിസാസിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് APSൻ്റെ സ്കിൽ അസസ്മെൻറ്റ് വേണം, പിന്നെ AHPR അപ്രൈഡ് രജിസ്ട്രേഷൻ വേണം. അപ്പോൾ അതിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് മസ്റ്റാണ്. പിന്നെ ഒരു നാഷണൽ സൈക്കോളജിസ്റ്റിൻ്റെ ഒരു എക്സാംസ് ഉണ്ട്, അത് പാസ്സാകണം. അപ്പം സൈക്കോളജിസ്റ്റിൻ്റെ സ്കിൽ അസസ്മെൻറ്റ് പ്രോസസ്സിനെ പറ്റി പറയാം. അപ്പോൾ ആദ്യം തന്നെ AHPR അപ്രൈഡ് രജിസ്ട്രേഷൻ നമുക്ക് വേണം. അപ്പം അതിനുവേണ്ടി നാഷണൽ സൈക്കോളജി എക്സാംസ് ഉണ്ട്, അത് പാസ്സാകണം. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് നമുക്ക് 7 each വേണം. പിന്നെ സൂപ്പർവൈസറി പ്രാക്ടീസ് ഉണ്ട് 3 വർഷം. അപ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. അതായത് ഒരു ഡോക്ടറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ജോലിയാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ അപ്പോൾ ഇതിൻ്റെ വേണ്ടിയ സ്റ്റഡി റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 6 years ഓഫ് സ്റ്റഡീസ് ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ സ്റ്റഡീസ് എല്ലാം ബാച്ചിലർ ഡിഗ്രി 3 വർഷവും മാസ്റ്റേഴ്സ് 2 വർഷം വരുന്നത്. അപ്പോൾ 3+2 5 വരുന്നുള്ളൂ. നമ്മുടെ സ്കിൽ അസസ്മെന്റിന് കൊടുത്തു കഴിയുമ്പോൾ അവർ റെക്കമെൻഡേഷൻ തരും. നിങ്ങൾ 1 yearന്റെ ഈ ഒരു കോഴ്സ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് റെക്കമെൻഡേഷൻ തരും. അപ്പോൾ നമുക്ക് ആ 1 yearന്റെ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യാൻ പറ്റും. അതല്ല, ഓസ്ട്രേലിയയിൽ ബാച്ചിലർ ഡിഗ്രി പഠിക്കാൻ വന്നവരാണെങ്കിൽ ഓണേഴ്സ് 4 years ആണ്, +2 years മാസ്റ്റേഴ്സ് വന്നു കഴിയുമ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള പാത്ത് വേണം. അപ്പോൾ 6 years ഓഫ് സ്റ്റഡീസ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ചലഞ്ചിങ് പാർട്ടായിട്ടുള്ളത്. അപ്പം ഈ 6 years ഓഫ് സ്റ്റഡീസ് ഇല്ലാത്ത ബാച്ചിലർ ഡിഗ്രി മാത്രമുള്ള ആൾക്കാർ, നാട്ടിൽ ബാച്ചിലർ ഡിഗ്രി സോഷ്യൽ വർക്കിലോ അല്ലെങ്കിൽ സൈക്കോളജിയിലോ ബാച്ചിലർ ഡിഗ്രി മാത്രമുള്ളവർക്ക് നമുക്ക് വേറെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. കൗൺസിലേഴ്സ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് മറ്റേ മെയിൻ ലിസ്റ്റിലല്ല, സെക്കൻഡ് ലിസ്റ്റിൽ വരുന്നതാണ്. അതിനകത്ത് തന്നെ എംപ്ലോയർ സ്പോൺസേർഡ് വിസാസ് പറ്റും. ജനറൽ സ്കിൽ മൈഗ്രേഷനകത്ത് 491, 190 ഇങ്ങനെയുള്ള എല്ലാ വിസാസും പറ്റുന്നത് തന്നെയാണ് കൗൺസിലേഴ്സ്. കൗൺസിലേഴ്സ് എന്ന് പറയുന്ന സ്റ്റുഡൻറ് കൗൺസിലേഴ്സ് ഉണ്ട്, റീഹാബിലിറ്റേഷൻ കൗൺസിലേഴ്സ് ഉണ്ട്, പിന്നെ ഫാമിലി കൗൺസിലേഴ്സ് ഉണ്ട്, ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് നമ്മൾ മുമ്പേ പറഞ്ഞ സൈക്കോളജിസ്റ്റിൻ്റെ ആ ഒരു ടഫായിട്ടുള്ള റിക്വയർമെൻറ്റ് വരുന്നില്ല. ജസ്റ്റ് 1 year എക്സ്പീരിയൻസ് മതി. ബാച്ചിലർ ഡിഗ്രി വേണം, 1 year എക്സ്പീരിയൻസ് മതി. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഇല്ല. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് നല്ല സ്കിൽസ് ഉണ്ടെങ്കിൽ ജനറൽ സ്കിൽഡ് മൈഗ്രേഷനിൽ കൂടുതൽ പോയിന്റ് കിട്ടും. അപ്പം ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻ വിസാസിനെ പറ്റിയും ഈ എംപ്ലോയർ സ്പോൺസേർഡ് വിസാസിനെ പറ്റി എല്ലാം നമ്മൾ നമ്മുടെ ചാനലിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ചാനലിനെ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വിസാസിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നതാണ്. അപ്പം ഈ സൈക്കോളജി ബാച്ചിലർ ഡിഗ്രി നാട്ടിൽ പഠിച്ചവർക്ക് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം ഒന്നെങ്കിൽ കൗൺസിലറായിട്ട് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിക്വയർമെൻറ്റ് ഞാൻ മുമ്പേ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. 6 years ഓഫ് സ്റ്റഡീസ് വേണം. അത് തന്നെ. നന്ദി, നമസ്കാരം.